ഒരു ഭിക്ഷക്കാരിയുടെ മകൾ ആകാശം കീഴടക്കി. ഒരു കുടിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഒരു കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അതെ, നമുക്ക് കഥയിലേക്കൊന്നു പോയാലോ? പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ അറ്റത്ത് ചോരുന്ന കുടിലിൽ താമസിച്ചിരിക്കുന്നത് ആദിത്യ. ആദിത്യയുടെ അമ്മ വീട് വീടായി പോയി ഭിക്ഷ ചോദിച്ചാണ് ജീവിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഭക്ഷണം കിട്ടും, ചില ദിവസങ്ങളിൽ കിട്ടുകയില്ല. പട്ടിണി കിടന്ന് എത്രയോ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ആദിത്യ ആരോടും പരാതി പറയുകയില്ല. അവളുടെ അച്ഛൻ മരിച്ചു. അമ്മ ഭിക്ഷയാചിച്ചിട്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു രാത്രി മഴ കനത്ത് പെയ്തുകൊണ്ടേയിരിക്കുന്നു. കുടിലിൻ്റെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ചോരുന്നു. അമ്മ നനഞ്ഞ പായയിൽ കിടന്ന് ഉറങ്ങുവാൻ ശ്രമിക്കുന്നു. ആദിത്യ അമ്മയുടെ അടുത്ത് തന്നെ കിടന്നുകൊണ്ട് ആകാശം നോക്കി. കുടിലിലെ ചെറിയ പൊട്ടലിലൂടെ നക്ഷത്രങ്ങൾ കാണാം അവൾക്ക്. അവൾ മനസ്സിൽ പറഞ്ഞു, ഒരു ദിവസം ഞാൻ ആകാശത്തെ സ്പർശിക്കും. അതെ, ഞാൻ പറക്കുന്ന ഒരു കാറുണ്ടാക്കും. അവളുടെ മനസ്സിലെ ആഗ്രഹമായിരുന്നു അത്. വിശപ്പും കണ്ണീരും ചേർന്ന ആ സ്വപ്നം അവളുടെ ഹൃദയത്തിൽ ഒരു തീപ്പൊരി പോലെ കത്തിക്കൊണ്ടേയിരുന്നു. പണമില്ലാത്തതിനാൽ സ്കൂൾ നിർത്തേണ്ടി വന്ന അവൾ കൂട്ടുകാർ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകുമ്പോൾ ആദിത്യ അമ്മയോടൊപ്പം വഴിയരികിൽ നിന്ന് ആ കാഴ്ച കണ്ട് കണ്ണുകൾ നിറഞ്ഞു. അവളുടെ ഹൃദയം പൊട്ടുന്ന പോലെ തോന്നി. പക്ഷേ അവൾ തോറ്റില്ല. പഴയ പുസ്തകങ്ങൾ തേടി അവൾ മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് പോയി. പൊട്ടിയ റേഡിയോ, പഴയ ഫാൻ, തള്ളിക്കളഞ്ഞ കളിപ്പാട്ടങ്ങൾ, അവയെല്ലാം അവളുടെ ലാബായി മാറി. അവളുടെ ഏറ്റവും വലിയ ഒരാഗ്രഹം ഒരു ശാസ്ത്രജ്ഞയാകണം എന്ന് മാത്രമായിരുന്നു. ഒരു പറക്കുന്ന കാർ കണ്ടെത്തണം എങ്ങനെയെങ്കിലും എന്ന് മാത്രമായിരുന്നു അവളുടെ സ്വപ്നം. രാത്രിയിൽ തെരുവിൻ്റെ ലൈറ്റിൻ്റെ കീഴിലിരുന്ന് അവൾ വായിച്ചു. കണ്ണുകൾ ചുവന്നു. പലപ്പോഴും പോലീസ് ചോദ്യം ചെയ്തു, ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവൾ പതുക്കെ പറഞ്ഞു, ഞാനിവിടെ ഇരുന്ന് പഠിക്കുകയാണ്. അങ്ങനെ ആദിത്യ പറക്കുന്ന കാറിന് വേണ്ടിയിട്ടുള്ള ഓരോ പരീക്ഷണങ്ങൾ തുടങ്ങി. ആദിത്യയുടെ ആദ്യ പരീക്ഷണം പൊട്ടിത്തെറിച്ചു. കുടലിൻ്റെ പിന്നിൽ പുക നിറഞ്ഞു. ഗ്രാമക്കാർ ഓടി വന്നു. ഗ്രാമക്കാർ എല്ലാവരും അവളെ ചീത്ത വിളിച്ചു. കുടിൽ ഇവൾ കത്തിച്ചിട്ടേ പോകൂ. അമ്മ കരഞ്ഞു, മോളെ, നമുക്ക് ഈ സ്വപ്നം വേണ്ട. നമുക്ക് ഇവിടെ ജീവിച്ചാൽ മതി. കഴിയുന്നത് കൊണ്ട് നമ്മൾക്ക് ജീവിക്കാം. അത് മാത്രം ചെയ്താൽ മതി മകളെ. ആ വാക്കുകൾ ആദിത്യയുടെ ഹൃദയം കീറി മുറിച്ചു. ഒരു രാത്രി അവൾ കരഞ്ഞുകൊണ്ട് പുസ്തകങ്ങൾ അടച്ചു വെച്ചു. പക്ഷേ അവളുടെ മനസ്സ് മാറിയിരുന്നില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും ആ കാറ് തയ്യാറാക്കണം എന്ന് മാത്രമായിരുന്നു അവളുടെ സ്വപ്നം. ഒരു പറക്കുന്ന കാർ. ആകാശത്തിലേക്ക് അവൾ കയറി. അതിൽ മുകളിൽ കയറിയിരുന്ന് പറക്കണം എന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ആകാശത്തെ തൊട്ടുണർത്തണം എന്ന് മാത്രം. അടുത്ത ദിവസം രാവിലെ സൂര്യോദയം കണ്ടപ്പോൾ അവൾ വീണ്ടും എഴുന്നേറ്റു. അവളുടെ സ്വപ്നം അവൾ നിർത്തിയില്ല. അവൾ പിന്നെയും പരിശ്രമങ്ങൾ തുടങ്ങി. അടുത്ത ദിവസം കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് പോയി. ആദ്യത്തെ അവരെ നോക്കി. ഈ തവണ അവളുടെ കണ്ണുകളിൽ സ്വപ്നമല്ല, ശൂന്യത മാത്രമായിരുന്നു. മനസ്സ് പറഞ്ഞു, എനിക്ക് ഇനി എന്ത് സാധിക്കും? പക്ഷേ ആകാശത്ത് നിന്ന് ആ സമയത്ത് ഒരു പക്ഷി പറന്നു. അത് അവളുടെ കണ്ണിൽ പതിഞ്ഞു. അവൾ ശാന്തമായി എഴുന്നേറ്റു. നനഞ്ഞ പുസ്തകങ്ങൾ ഉണക്കി, പൊള്ളലേറ്റ കൈകൾ കെട്ടി, മുറിഞ്ഞ വയറുകൾ വീണ്ടും ചേർത്തു. പരാജയം അവസാനമല്ല, ഒരു ഇടവേള മാത്രമായിരുന്നു. അതെ, മഴ കഴിഞ്ഞു. നനഞ്ഞ പുസ്തകങ്ങൾ ഉണക്കി, പൊള്ളലേറ്റ കൈകളിൽ തുണി കെട്ടി ആദ്യത്തെ വീണ്ടും തുടങ്ങി. ഇത്തവണ അവൾ കൂടുതൽ ശ്രദ്ധിച്ചു. മോട്ടോർ ഭാരം കുറച്ചു, വയർ ശക്തമാക്കി, ചെറുകിൻ്റെ കോൺ മാറ്റി. കുടലിൻ്റെ പിന്നിൽ വീണ്ടും പരീക്ഷണം. ഹൃദയം ശക്തമായി ഇടിച്ചു. സ്വിച്ച് ഓൺ ചെയ്തു. മോഡൽ അല്പമുയർന്നു. ഒരു നിമിഷം അവളുടെ കണ്ണുകളിൽ പ്രകാശം. പിന്നീട് ബാറ്ററി ചൂടായി. ശബ്ദം മാറി. മോഡൽ വശത്തേക്ക് വീണു. ചിറകുകൾ പൊട്ടി. മോട്ടോർ നിശബ്ദമായി. അവളുടെ മുഖത്ത് പുഞ്ചിരി മങ്ങി. ഗ്രാമക്കാർ മറ്റും വീണ്ടും ഓടിയെത്തി. ഇതെന്താ വീണ്ടും? സ്കൂളിൽ പോയിരുന്നുവെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല. ഭിക്ഷക്കാരിയുടെ മകൾക്ക് ശാസ്ത്രം പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ കുത്തി. അമ്മ അവളുടെ അവസ്ഥ കണ്ടു കണ്ണുനീരൊഴുക്കി. മോളെ, എത്ര തവണ? ആ ചോദ്യം ആദിത്യയുടെ ഉള്ളിൽ നിന്ന് തകർന്നു. ഒരു മാസം കഴിഞ്ഞു. അവൾ ചെറിയൊരു മാറ്റം കൂടി ചെയ്തു. ഭാരം കൂടുതൽ കുറച്ചു. ബാറ്ററി വേറൊരു രീതിയിൽ ഘടിപ്പിച്ചു. ഇത്തവണ അവൾ വിശ്വസിച്ചു, ഇത് വിജയിക്കും. അങ്ങനെ സ്വിച്ച് അമർത്തി. മോഡൽ ശക്തമായി തിരിഞ്ഞു. കുറച്ച് സെക്കൻഡ് ഉയർന്നു. പിന്നീട് നിയന്ത്രണം നഷ്ടപ്പെട്ടു. കുടിലിൻ്റെ മതിലിൽ വന്ന് ഇടിച്ചു. ചെറിയ തീപ്പൊരി. അമ്മ നിലവിളിച്ചു. ആദ്യത്തെ ഓടി തീയണച്ചു. കൈകൾ വിറച്ചു. ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി.
ആ രാത്രി അവൾ ഒന്നും സംസാരിച്ചില്ല. പുസ്തകങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടന്നു. പക്ഷേ അവൾ വായിച്ചില്ല. കണ്ണുകൾ നിറഞ്ഞു. എന്തുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല? എത്ര ശ്രമിച്ചാലും ഞാൻ തോറ്റുപോകുകയാണോ? എന്തുകൊണ്ട് എനിക്കിത് പറ്റുന്നില്ല? പുറത്തു കുട്ടികൾ കളിക്കുന്നു. അവരുടെ ചിരികൾ അവൾക്ക് കുത്തുന്നത് പോലെ തോന്നി. അവൾ ആദ്യമായി തൻ്റെ സ്വപ്നത്തെ സംശയിച്ചു. അമ്മ ശാന്തമായി അടുത്തു വന്നിരുന്നു. മോളെ, ഇനി നീ ഈ വക പരീക്ഷണങ്ങളൊന്നും ചെയ്യണ്ട. ആദിത്യ ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ മൃദുവായി പറഞ്ഞു, ഇല്ല, പക്ഷേ എൻ്റെ മനസ്സിലെ ആഗ്രഹം. അമ്മ ഒന്നും പറയാതെ അവിടെ തന്നെ ഇരുന്നു. ആ രാത്രി ആകാശം മേഘം നിറഞ്ഞിരുന്നു. ഒരു നക്ഷത്രം കാണാനുണ്ടായിരുന്നില്ല. പക്ഷെ മേഘത്തിൻ്റെ മുകളിലൊക്കെ നക്ഷത്രങ്ങളുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി മുഴുവൻ അവൾക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ല. 3-ാം തവണയും പരാജയം. കൈകൾ പൊള്ളലേറ്റ് വേദനിക്കുന്നു. ഹൃദയം അതിനേക്കാളും വേദനിക്കുന്നു. പക്ഷേ രാവിലെ സൂര്യൻ്റെ വെളിച്ചം കുടിലിൻ്റെ പൊട്ടിലിലൂടെ അകത്തേക്ക് വീണു. ആ പ്രകാശം അവളുടെ മുഖത്ത് പതിഞ്ഞപ്പോൾ ഒരു ചിന്ത വന്നു. ഞാൻ ഒരു തവണ ഉയരുവാൻ ശ്രമിച്ചു, പക്ഷേ ഞാൻ കാറ്റിനെ മനസ്സിലാക്കിയില്ല. അവൾ വീണ്ടും പുസ്തകം തുറന്നു. ഇത്തവണ പുതിയ രീതിയിൽ തന്നെ അവൾ പരീക്ഷണം തുടങ്ങി. അവൾ തിരിച്ചറിഞ്ഞു, പ്രശ്നം മോട്ടറിൻ്റെയല്ല, ബാറ്ററിയുടെയല്ല, സന്തുലനാവസ്ഥയുടെ മാത്രമായിരുന്നു. ഭാരം എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്ന് അവൾക്ക് കണ്ടുപിടിച്ചു. കാറ്റിൻ്റെ ദിശ, ചിറകിൻ്റെ കോൺ, ഭാരം എവിടെ വേണം. അവൾ കുറിപ്പുകൾ എഴുതി. കൈകൾ വിറച്ചെങ്കിലും മനസ്സ് ഇപ്പോൾ ഉറച്ചിരുന്നു. ഒരാഴ്ച മുഴുവൻ അവൾ പണിപ്പെട്ടു. പഴയ അലുമിനിയം ഷീറ്റ് കണ്ടെത്തി. ഭാരം കുറച്ചു. ചിറകിൻ്റെ ആകൃതി മാറ്റി. ഗ്രാമത്തിലെ കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് പോകുമ്പോൾ ഇത്തവണ ആദിത്യ അവരെ നോക്കിയില്ല. അവൾ തൻ്റെ ലോകത്തിലായിരുന്നു. അങ്ങനെ വൈകുന്നേരമായി. ഗ്രാമത്തിൻ്റെ ചെറിയ മൈതാനം. കുട്ടികളും മുതിർന്നവരും സംശയത്തോടെ നോക്കി നിന്നു. ഇത് പൊട്ടും. ആരോ ചിരിച്ചു. അമ്മ കൈകൂപ്പി നിൽക്കുന്നു. ആദിത്യ ശ്വാസമൊന്നെടുത്തു. സ്വിച്ച് അമർത്തി. മോഡൽ ആദ്യം മൃദുവായി തിരിഞ്ഞു. ശബ്ദം സ്ഥിരമായി. അത് നിലത്തുനിന്ന് അല്പമുയർന്നു. എല്ലാവരും ശ്വാസം പിടിച്ചു. ഇത് വീണ്ടും താഴേക്ക് പോകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ മോഡൽ പിന്നെയും കൂടുതൽ ഉയർന്നു. അതെ, അവൾ ഉണ്ടാക്കിയ ആ കാർ ആകാശത്തിലേക്ക്. ഇത്തവണ നിയന്ത്രണം നഷ്ടപ്പെട്ടില്ല. അതെ, ഗ്രാമം ഒരു നിമിഷം നിശബ്ദമായി. പിന്നീട് കയ്യടികൾ, ആശ്ചര്യം, ചിലരുടെ കണ്ണിൽ കണ്ണുനീർ. അമ്മ ഓടി വന്നു. മോളെ, നിനക്കിത് സാധിച്ചു. ആദിത്യ കണ്ണുനീരോടെ ചിരിച്ചു. അമ്മ ഓരോ വീഴ്ചയും എനിക്ക് പറക്കുവാൻ പഠിപ്പിച്ചു തന്നു. അവൾ കാർ സുരക്ഷിതമായി മുകളിൽ നിന്ന് താഴെ ഇറക്കി. ഇതൊരു യന്ത്രത്തിൻ്റെ വിജയം മാത്രമല്ല, ഒരു ഭിക്ഷക്കാരിയുടെ മകളുടെ വിജയമായിരുന്നു. അതെ, ആദിത്യ കാർ പറക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒരു യുവാവ് പകർത്തിയിരുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അത് വൈറലായി. ഗ്രാമത്തിലെ പെൺകുട്ടി പറക്കുന്ന കാർ കണ്ടുപിടിച്ചു. ലോകം അവളെ തേടി വന്നു. ശാസ്ത്രലോകം അവളെ അംഗീകരിച്ചു. പക്ഷെ അവൾ പറഞ്ഞു, എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട, എനിക്ക് കോളേജില്ല. പക്ഷെ എനിക്ക് പരാജയങ്ങളുണ്ടായിരുന്നു. അവയാണ് എൻ്റെ അധ്യാപകർ. വിജയം ഒരിക്കൽ മാത്രമല്ല ഉയരുന്നതല്ല, പലതവണ വീണതിന് ശേഷമാണ് ഉയരുന്നത്. എല്ലാവരും സ്കൂളിൽ പോയപ്പോൾ ഞാൻ സ്വപ്നം കണ്ടു. ഇന്ന് ആ ലോകത്തെ ഞാൻ പിടിച്ചെടുക്കുവാനുള്ള സ്വപ്നമായിരുന്നു അത്. അനന്യയെ വിദേശത്ത് നിന്നും മറ്റും ആളുകൾ തേടി വന്നു. ശാസ്ത്രജ്ഞന്മാർ ഒട്ടേറെ പേർ അവളെ സന്ദർശിക്കുവാനെത്തി. ഒരു ദിവസം ഇൻ്റർവ്യൂവിൽ അവളോട് ചോദിച്ചു, കോളേജിൽ പോയിട്ടില്ല, പിന്നെ എങ്ങനെ ഇതൊക്കെ സാധിച്ചു? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കോളേജിൽ പോകണമെന്നില്ല, പക്ഷേ എനിക്ക് സ്വപ്നമുണ്ടായിരുന്നു. വിശപ്പാണ് എൻ്റെ ഇന്ധനം. ആദിത്യ ഇന്ന് ലോകം അറിയുന്ന ശാസ്ത്രജ്ഞയാണ്. പക്ഷേ അവൾ ഇന്നും ആ കുടിൽ മറന്നിട്ടില്ല. അവൾ പറയുന്നു, സ്വപ്നം കാണുന്നത് പണമില്ലാത്തവരാണ്. ഏറ്റവും വലിയ സ്വപ്നം കാണുന്നത് അവർ മാത്രമാണ്. ദാരിദ്ര്യം ഒരു ചങ്ങലയല്ല, അതൊരു ചവിട്ടുപടിയാകാം. വിശപ്പും വിഷമവും ഉണ്ടായാലും സ്വപ്നം ഒരിക്കലും നിർത്തരുത്. കാരണം ആകാശം പോലും ഒരു നിമിഷം നമുക്കായി തുറന്നു തരും. അതെ, അതിനൊരു ഉദാഹരണമാണ് ഈ കഥയിലെ ആദിത്യ. ദാരിദ്ര്യം തോറ്റു, അവളുടെ സ്വപ്നം ജയിച്ചു. ഇന്ന് ലോകമറിയുന്ന ശാസ്ത്രജ്ഞയാണ് അവൾ. അതെ, നമ്മുടെ ഈ കഥയിലെ ആദിത്യയെ പോലെ ഓരോരുത്തർക്കും ഉയരുവാൻ പറ്റും. അവരുടെ മനസ്സിലെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കുവാനും പറ്റും. ഇനി ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയായി കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഓരോ കഥയും ഇഷ്ടപ്പെടാൻ വെച്ചാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ. ഇനി അതുപോലെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയായിട്ട് കാണാം.